ഹായ്, ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് മലേഷ്യയിൽ. ഇന്ന് ഞങ്ങൾ ആദ്യം പോകാമെന്ന് വിചാരിക്കുന്നത് ഇവിടെ ഒരു നാഷണൽ മോസ്ക് ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് പോകാൻ പറ്റും. ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് തിയാൻഹു ചൈനീസ് ടെമ്പിളാണ്. പിന്നെ ഇന്നലെ നമുക്ക് അക്വേറിയയിൽ പോകാനുണ്ടായിരുന്നു. അവിടെ ഇന്നലെ പോകാൻ പറ്റിയിട്ടില്ല. അതും ഇന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് പെട്രോണസ് ടവർ ഉണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം റൂമിൽ നിന്നും പുറത്തേക്ക് പോകും. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ആ കുട്ടികൾ വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. മെട്രോ ട്രെയിനിൽ പസാർസെനിയിലാണ് വന്നിറങ്ങിയത്. സിറ്റിയിൽ എവിടെ നിന്ന് നോക്കിയാലും മർഡേക്ക 118 കാണാം. അതാണ് പസാർസെനി മെട്രോ സ്റ്റേഷൻ. അവിടെയാണ് ഞങ്ങൾ വന്നിറങ്ങിയത്. അവിടുന്ന് നേരിട്ട് ഈ പെഡസ്ട്രിയൻ വാക്വേയിലേക്ക് പ്രവേശിച്ചു. ഈ സൈഡിൽ നിന്നും മോസ്കിൻ്റെ മേൽക്കൂര കുറേശ്ശെയായിട്ടൊക്കെ കാണാനുണ്ട്. ആ നീല കളർ കാണുന്നില്ലേ, അതാണ്. പസാർസെനി മെട്രോ സ്റ്റേഷനിൽ നിന്ന് മസ്ജിദിലേക്ക് പോകേണ്ടവർക്ക് ഈ ഒരു വാക്വേയിലൂടെ വളരെ സുഖമായിട്ട് പോകാൻ പറ്റും. ഇത് നല്ലൊരു സൗകര്യമാണ്. ഇതുവഴി നേരെ ഇങ്ങനെ നടന്നിട്ട് നാഷണൽ മോസ്കിലെത്താം. ഏകദേശം 20 മിനിറ്റ് ഞങ്ങൾ നടന്നിട്ടുണ്ടാകും. എവിടെയും ഒരു തിരക്കുണ്ടായിരുന്നില്ല. നിവർത്തിയ ഒരു കുട പോലെയാണ് മോസ്കിൻ്റെ മുകൾ ഭാഗം. ഇതാണ് പള്ളി. ഒരു റൂട്ട് മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ ഒരു സൈഡിലൂടെ പോകണം എന്നാണ് പറയുന്നത്. ഈ പൂളും ഫൗണ്ടനും കെട്ടിടവും എല്ലാം മനോഹരമായിരിക്കുന്നു. മലേഷ്യയുടെ നാഷണൽ മോസ്ക് ആയ ഈ പള്ളി കോലാലംപൂരിലെ ഏറ്റവും വലിയ പള്ളിയാണ്. പിന്നെ ഈ ഒരു സൈഡിൽ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, നല്ല ചൂടുമുണ്ട്. മോസ്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പഴയൊരു കെട്ടിടം കാണാനുണ്ട്. ബ്രിട്ടീഷുകാർ 1910 നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷൻ കെട്ടിടമാണത്. ഉള്ളിൽ പ്രവേശിക്കാൻ സ്ത്രീക്കും പുരുഷനും ഡ്രസ് കോഡുണ്ട്. കൈയും കാലും തലയും മറയ്ക്കുന്ന ഡ്രസ്സാവണം സ്ത്രീകൾ ധരിക്കേണ്ടത്. പുരുഷന്മാർക്ക് ഷോർട്സ് പാടില്ല. ആവശ്യമാണെങ്കിൽ ഇവിടുന്ന് ഇവർ ഡ്രസ്സ് തരുന്നുണ്ട്. ഇത് ഇവിടുന്ന് തന്ന ഡ്രസ്സാണ്. ഇത് ധരിച്ച സ്ഥിതിക്ക് ഇനിയൊരു ഫോട്ടോ എടുക്കണമല്ലോ. ഈ ഒരു മിനാരം മാത്രമേ പള്ളിയിലുള്ളൂ. ഇവിടുത്തെ പ്രധാന അട്രാക്ഷനാണ് ഈ മിനാരം. 73 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഒരേ സമയം 15,000 പേർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇതാണ് പ്രധാന പ്രയർ ഹാള്. 16 സ്റ്റാർ പോയിന്റുകളുള്ള മേൽക്കൂരയാണ് ഈ പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. പുറത്തുനിന്ന് കാണുമ്പോൾ നിവർത്തിയ കുട പോലെ തോന്നിക്കുന്ന ഭാഗവും ഇതാണ്. ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ഇതൊരു പ്രാർത്ഥനാലയം മാത്രമല്ലല്ലോ, ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ്. സാധാരണയായി മോസ്കുകളിൽ ഒന്നോ അതിലധികമോ താഴികക്കുടങ്ങൾ ഉയർന്നു നിൽക്കുന്നത് കാണാറുണ്ടല്ലോ. നാഷണൽ മോസ്കിൽ അങ്ങനെ ഒരു കാഴ്ച കണ്ടില്ല. നിർമ്മാണ സമയത്ത് യൂറോപ്പിൽ പോപ്പുലർ ആയിരുന്ന മോഡേൺ ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് ഈ മോസ്ക് പണിതിരിക്കുന്നത്. ഇങ്ങോട്ട് വിസിറ്റിംഗ് ടൈം ഉണ്ട്. പ്രാർത്ഥനാ സമയങ്ങളിൽ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ വലിയൊരു ഹാളുണ്ട്. തൂണുകളാണ് ഇവിടുത്തെ അട്രാക്ഷൻ. നല്ല വിശാലമായ ഹാളാണ്. നല്ല തണുപ്പുണ്ട്. നല്ല രസമുണ്ട് നിൽക്കാൻ. മൊത്തത്തിൽ കാണുമ്പോൾ അബുദാബിയിൽ കണ്ട പള്ളീൻ്റെ അത്രയൊന്നുമില്ല, എന്നാലും നല്ല തണുപ്പാണ്. നല്ല വലിയ ഹാളാണ് കേട്ടോ. ഇതിലാണ് പ്രയർ ഹാൾ ഉള്ളത്. പിന്നെ ഇവിടെ കുറേ തൂണുകൾ. ഈ ഭാഗത്തൊക്കെ കറുത്ത ഡാർക്ക് കളറുള്ള ഇതാണ്. അടിയിൽ ഗോൾഡൻ കളറുണ്ട്. അങ്ങനെയുള്ള തൂണുകൾ.
പിന്നെ കുറച്ച് അപ്പുറത്തേക്കാണെങ്കിൽ വെളുത്ത തൂണുകളാണ്. അതിൻ്റെ താഴെയായിട്ട് ഗോൾഡൻ കളറുണ്ട്. നല്ല സുഖമുണ്ട് ഇവിടെ, നല്ല തണുപ്പുണ്ട് കേട്ടോ. പുറത്ത് ആ ചൂടൊന്നും ഇവിടെ അറിയുന്നേ ഇല്ല. നല്ല രസമുള്ളൊരു സ്ഥലം. നമ്മളെ ബാക്കിലെന്താ വെള്ളം കിട്ടും. നോക്കാം. പുറത്തേക്ക് നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. കെട്ടിടത്തിൻ്റെ ഒരറ്റത്ത് ഒരു ബാൽക്കണി ഉണ്ട്. അവിടെ നിന്നുള്ള സിറ്റി വ്യൂ ഇനി കാണാം കേട്ടോ. സിറ്റി വ്യൂ, സിറ്റിയുടെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഏതൊരു രാജ്യത്ത് പോയാലും ഇങ്ങനത്തെ നിർമ്മിതികൾ അവരുടെ ഒരു ലാൻഡ്മാർക്കായിട്ട് ഉണ്ടാകും. ഇവിടെ ഇത് അതിൽപ്പെട്ട ഒരു നിർമ്മിതി. നമ്മൾ പല ഭാഗത്തു നിന്നും ടൗണിലൂടെയൊക്കെ പോകുമ്പോൾ ഈ സിറ്റി സെൻറ്ററിൽ നിന്ന് പല ഭാഗത്തു നിന്നും നമുക്ക് കാണാം. ഇത് അധികം ഭീമാകാരമായ ഒരു നിർമ്മിതി തന്നെയാണ് കേട്ടോ. എൻ്റെ അടുത്തെത്തുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ നമ്മൾ KL ടവറിൻ്റെ മുകളിൽ നിന്ന് കണ്ടപ്പോൾ മഷിപ്പേനയുടെ നിബിൻ്റെ ഒരു ആകൃതിയായിരുന്നു. മർഡേക്ക 118 ഇപ്പോൾ ഒരു വോക്കി ടോക്കിയുടെ ഷേപ്പാണ്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷൻ കെട്ടിടവും കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈ ബാൽക്കണിയിൽ നിന്ന് കാണാം. മലേഷ്യയും ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു. 1957 ഓഗസ്റ്റ് 31 മലേഷ്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. മോസ്കിലേക്ക് പോയ അതേ വാക്ക്വേയിലൂടെ ഞങ്ങൾ തിരിച്ചും വരികയാണ്. ഈ കാണുന്നതൊരു നദിയാണ്, ക്ലാങ് റിവർ. കണ്ടാലൊരു കനാലായിട്ടേ തോന്നുന്നുള്ളൂ അല്ലേ. ഇവിടെ വിന്നി ജയ എന്ന പേരുള്ള ഒരു തമിഴ് ഹോട്ടലിൽ ലഞ്ച് കഴിക്കാൻ കയറി. പിന്നെ ഗ്രാബ് എടുത്തിട്ട് തിയാൻ ഹൗ ടെമ്പിളിലേക്ക് വന്നു. മലേഷ്യയിലെ ഒരു ചൈനീസ് ടെമ്പിളാണ് തിയാൻ ഹോ ടെമ്പിൾ. ഇവിടെ വളരെ പ്രസിദ്ധമായൊരു ടെമ്പിളാണ്. അതിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഗ്രാബ് എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. നല്ല മനോഹരമായ ഒരു നിർമ്മിതി. ഇവിടെ ചൈനീസ് റാന്തലുകളും എല്ലാമായിട്ട് സൂപ്പറായിട്ടുള്ളൊരു ടെമ്പിളാണ്. രാത്രിയാണെങ്കിൽ ഇതിലേറെ ഭംഗിയായിരിക്കും കാണാൻ. ഇവിടെ വലിയൊരു സ്റ്റാച്ചു അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വിശ്വാസികളും ടൂറിസ്റ്റുകളും ഒക്കെ ആയിട്ട് കുറച്ച് പേരുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ ചൈനീസ് ടെമ്പിളാണ് തിയാൻ ഹോ ടെമ്പിൾ. 6 ലെയറായിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. മുറ്റത്ത് ഈ ഒരു സൈഡിൽ മാസു ദേവതയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. മുക്കുവരുടെ ദേവതയാണ് മാസു. താമരപ്പൂവിലാണ് നിൽക്കുന്നത്. പിന്നെ മറ്റൊരു സൈഡിൽ ആനിമൽ സ്റ്റാച്ചുവും ബുദ്ധിസ്റ്റ് ഡ്രാഗണും ഒക്കെ ഉള്ള ഒരു ഗാർഡൻ ഉണ്ട്. പുറത്തെ ഭംഗിയൊക്കെ കണ്ട് നടക്കുകയായിരുന്നു. ഈ ടെമ്പിളിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല. 2nd ഫ്ലോറിലാണ് ടെമ്പിള്. സ്റ്റെപ്സ് കയറണം. ചെറിയ ചെറിയ സ്റ്റെപ്സാണ്. മുകളിലേക്ക് കയറി എത്തുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ക്ഷീണിക്കുമല്ലോ. വേണമെങ്കിൽ ഇവിടെ വിശ്രമിക്കാം. ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ ഷേപ്പും തൂക്കിയിട്ടിരിക്കുന്ന ചൈനീസ് റാന്തലുകളുമെല്ലാമായിട്ട് ക്ഷേത്രത്തിനൊരു പ്രത്യേക ഭംഗിയാണ്. കളർഫുള്ളുമാണ്.
ഇവർ ജോസ്റ്റിക്ക് അവിടെ നിന്ന് കത്തിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ടല്ലോ, അത് ഈ ധൂപക്കുറ്റിയുടെ ഉള്ളിൽ കുത്തി നിർത്താനാണ്. ഞങ്ങളും ജോസ്റ്റിക്ക് കത്തിച്ചു വെച്ചു. ഉള്ളിലുള്ള ഈ ഹാളിലും ഞങ്ങൾ കയറിയിരുന്നു. അവിടുന്ന് പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല. വലിയ 3 സ്റ്റാച്ചു ഉള്ളിലുണ്ട്. അടുത്ത ഫ്ലോറിലേക്കും കയറി. ഞങ്ങൾ നേരത്തെ ജോസ്റ്റിക്ക് കത്തിച്ചു വെച്ച ഹാളാണ് താഴെ കാണുന്നത്. ഇനിയും സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങോട്ടൊക്കെ പോകാം. ഇവിടെ വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ഒരു വിവാഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും അത് കഴിഞ്ഞു. വധൂവരന്മാരെ ഒരു നോക്ക് കണ്ടു. താഴത്തെ ഫ്ലോറിൽ ഡൈനിങ് ഹാളാണ്. തിയാൻഹോ ടെമ്പിളിൽ നിന്നും ഗ്രാബ് എടുത്തിട്ട് മടങ്ങി. നമ്മളെ ഊബർ പോലെ ഇവിടെയുള്ള സർവീസാണ് ഗ്രാബ്. ഇനി പോകുന്നത് പെട്രോണാസ് ടവറിൻ്റെ അടുത്തേക്കാണ്. പെട്രോണാസ് ടവറിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കയറുന്നില്ല. അതിൻ്റെ അടുത്താണ് അക്വേറിയം. പഴയ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം വീണ്ടും ഇതാ കാണുന്നു. മോസ്കിൽ നിന്നും കണ്ടിരുന്നല്ലോ. നാഷണൽ മോസ്ക് അതാ കാണുന്നു. KLCCയും അക്വേറിയവും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.